ഇത് കണ്ടല്ലോ, ഇത് ബ്രസീലിയൻ മൾബറിയാണ്. ഈ കാണുന്ന രീതിയിലുള്ള കുറച്ച് വലിയ മൾബറിയാണ് ഇതിലുണ്ടാവുന്നത്. പാകിസ്ഥാൻ മൾബറി പോലെ തന്നെ, പക്ഷേ കളറ് സാധാരണ മൾബറി പോലെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ചട്ടിയിലാക്കിയിട്ടുള്ള ഈ രീതിയിലുള്ള തൈകൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഹലോ, നമസ്കാരം. ട്രെൻഡ്സ്വില്ലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത് നമ്മുടെ ഇതാണ് ഐറ്റം. ഇത് വേറൊന്നുമല്ല, മൾബറിയാണ്. ബ്രസീലിയൻ മൾബറിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ബ്രസീലിയൻ മൾബറി നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഈ കാണുന്ന പോലെ ചട്ടിയിൽ ആക്കിയിട്ട് നമുക്ക് തരാനായിട്ട് സാധിക്കും. ഇതാണ് നമ്മുടെ ബ്രസീലിയൻ മൾബറിയുടെ തൈകൾ വരുന്നത്. കണ്ടല്ലോ, അത്യാവശ്യം വലുപ്പമുള്ള തൈകൾ തന്നെയാണ്. കായ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. കായുള്ള തൈകളാണ് ഇപ്പോൾ കയ്യിലുള്ളത്. ഇത് ചട്ടിയിലാണ് നട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കൊറിയർ ചെയ്യാനായിട്ട് സാധിക്കില്ല, വന്നെടുക്കുക തന്നെ വേണം. തൃശ്ശൂർ മണ്ണൂത്തിയാണ് നമ്മുടെ സ്ഥലം വരുന്നത്. 680 രൂപയാണ് ഇതിന് വരുന്നുള്ളൂ. ചട്ടിയിലാക്കിയിട്ടുള്ള ഈ തൈക്ക്, കായ പിടിച്ച് വെക്കുന്ന ഈ തൈക്ക് 680 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ. ഇത് പ്ലാസ്റ്റിക് കവറൊക്കെ ഇട്ട് വെച്ചെന്താ വെച്ചാൽ ഇവിടെയുള്ള കാക്കകളൊക്കെ ഇതിനെ നോട്ടിട്ടിട്ടുണ്ട്. അത് കാരണം ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മൾബറി വരുന്നത് കേട്ടോ. മൾബറി കുറച്ച് എന്താ പറയുക, സാധാരണ ഇതിൽ ചെറിയ മൾബറിയില്ല, കുറച്ച് നീളത്തിലുള്ളതാണ് പാകിസ്ഥാൻ മൾബറി പോലെ. പക്ഷേ കളറ് നോർമൽ മൾബറി പോലെ തന്നെയാണ് വരുന്നത്. ടേസ്റ്റ് നോക്കുകയാണെങ്കിലും മധുരമാണ്. മറ്റുള്ള മൾബറി അപേക്ഷിച്ചിട്ടും നല്ല മധുരമാണ്. എന്നാൽ പാകിസ്ഥാൻ മൾബറിയുടെ അത്ര എത്തൂല, എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായം. പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സാധാരണ അറിയാമല്ലോ, കൊറിയറാണ് ചെയ്യാറുള്ളത്. ചട്ടിയിലിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളുടെ കയ്യിൽ ഉണ്ടാവില്ല, ഓടി വന്നു കഴിഞ്ഞാൽ കയ്യിലുണ്ടാവില്ല. നിങ്ങൾക്ക് ഓർഡർ ചെയ്തിട്ട് വരാവുന്നതാണ്. എൻ്റെ ഈ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഒരാഴ്ച സമയത്തിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഇതേപോലെ തന്നെ ഒരു ഷീറ്റൊക്കെ വയ്ക്കുന്നുണ്ട് കേട്ടോ. ഒരു ലാമിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഷീറ്റ് വയ്ക്കുന്നുണ്ട്. കാരണം വളമിടുക എന്നുള്ളത് എപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ താഴ്ഭാഗത്ത്, നമ്മുടെ ചട്ടിയുടെ താഴ്ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം അരിച്ചെടുത്ത കല്ലുകളൊക്കെ ഒന്ന് ഫില്ല് ചെയ്തിട്ടാണ് വരുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓട്ട അടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ചെറിയൊരു ലെയർ കല്ലിട്ടിട്ടാണ്, അതിൻ്റെ മുകളിലാണ് മണ്ണിട്ടിട്ട് നമ്മൾ ഈ ചെടികൾ നടുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ലാമിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഷീറ്റ് വരുന്നത്. ഇതിനകത്ത് വളം കൊടുക്കേണ്ട അതിൻ്റെ ഡ്യൂറേഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് അപ്ലൈ ചെയ്തിട്ടുള്ള ഡേറ്റും നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓർമ്മിച്ചിട്ട് അടുത്ത ഒരു സമയത്തേക്ക് കറക്റ്റായിട്ട് വളം കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ വീഡിയോ ഉണ്ടല്ലോ, നമ്മുടെ തൈകൾ കണ്ടല്ലോ, ഈ രീതിയിലുള്ള തൈകളാണ് ഇപ്പോൾ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. എൻ്റെ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ വീഡിയോ എൻ്റെ പിന്നെ മുമ്പായിട്ട് നമ്മുടെ 2 ഗ്രൂപ്പുകൾ വരും. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പും അതുപോലെ തന്നെ ടെലഗ്രാം ഗ്രൂപ്പും. ലിങ്ക് ഞാൻ കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. പുതിയ ഏതെങ്കിലും തൈകൾ വരികയാണെങ്കിൽ അതിൻ്റെ വിശേഷങ്ങൾ മാത്രമാണ് അതിനകത്ത് പങ്കുവയ്ക്കുന്നുള്ളൂ. അപ്പോൾ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനില്ല. നമ്മുടെ വീഡിയോയുടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണു. നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.